തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഭംഗിയുള്ള സമയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ലൈറ്റുകൾ ഓണാവുന്നു. അവസാന ദിവസമാണ് ഈ ലൈറ്റൊക്കെ കാണാൻ ആളുകൾക്ക് എത്താൻ സാധിക്കുന്നതിന്റെ ഏറ്റവും അവസാന ദിവസം കൂടിയാണ്. വിവിധ വർണ്ണങ്ങളാൽ വിവിധ കലാരൂപങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന വിവിധ പ്ലോട്ടുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു ആളുകളെ. വിവിധ വകുപ്പുകളുടെ എല്ലാം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഘോഷയാത്ര അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കിഴക്കേക്കോട്ടയിലേക്കാണ് ഇപ്പോൾ ഘോഷയാത്ര അടുത്തുകൊണ്ടിരിക്കുന്നത്. പ്ലോട്ടുകളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഷിജോ കുര്യനും വിജിൻ വായന്തോടും ചേരുന്നുണ്ട്. ഷിജോ, വിജിൻ രണ്ടുപേരും വലിയ ആഹ്ലാദത്തിലാണ്. നല്ല കാഴ്ചകൾ കാണുന്നു. ഈ ഒരാഴ്ചയായി കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾക്ക് പക്ഷേ ഇന്ന് അവസാനമാവുകയാണ്. എത്ര മണിയോടുകൂടിയായിരിക്കും സമാപനം? തന്നെ ഇതിനകത്ത് ആദ്യം പറയാനുള്ളത്, ഞാൻ വിജിനെ പിടിച്ചു വെച്ചേക്കാണ്. കാരണം പല ആളുകളുടെ ഇവന്റെ കണ്ണ് പലയിടത്തായിട്ട് ഉടക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി വിജിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പല ആളുകളും അപ്പുറത്ത് വന്ന കൈയും കലവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജിൻ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഇത്രയും നേരം കണ്ടതുപോലെ ആയിരിക്കില്ല. ഇനി കുറച്ചുകൂടി കണ്ണിന് ഇമ്പമേകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കാണുക. കാരണം സന്ധ്യ മയങ്ങുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്രയും നമ്മൾ സന്ധ്യ മയങ്ങിയാൽ തലസ്ഥാനത്ത് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള രാത്രികൾ കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസങ്ങൾ രാത്രിയെ പകലാക്കിയ കാഴ്ചകളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലസ്ഥാനത്ത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നുകൊണ്ട് ആ കാഴ്ചകൾക്ക് ഒരു താൽക്കാലിക വിരാമമാവുകയാണ്. നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പറയുന്ന പോലെ ഉപചാരം ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന് വേണ്ടി എന്നാണോ അടുത്ത തൃശ്ശൂർ പൂരം നടക്കുക, അതുപോലെ അടുത്ത വർഷത്തെ ഓണാഘോഷം സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളെ കണ്ടാണ്, പല ആളുകളുടെയും പ്രതികരണം നമ്മൾ തേടിയതാണ്. അങ്ങനെ എത്രയോ നാട്ടിൽ നിന്ന് കടൽ കടന്നു പോലും ആളുകൾ കേരളത്തിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമാകാൻ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് വളരെ മുമ്പ് തന്നെ ഇവിടെ എത്തി ഓരോ ഇടത്തായിട്ട് സ്ഥലം പിടിച്ചുകൊണ്ട് കാഴ്ചകൾ കാണുകയാണ്. ഏതായാലും സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിച്ച സന്ധ്യ മയങ്ങുമ്പോൾ കുറച്ചുകൂടി രാത്രിയെ പകലാക്കുന്ന കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. സാധാരണ തിരുവനന്തപുരത്തിന് മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയാറ്. കാരണം ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതൊക്കെ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴാണ്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ, എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ. ഞാൻ കുറെ കാലമായി തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ നടക്കുന്നത്. അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ വന്നപ്പോൾ അതിന് അസൂയാണ്. കാണുന്നവരെല്ലാവരും സുഹൃത്തുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, രാജ്യത്ത് കാണുന്ന എല്ലാവരും എൻ്റെ സഹോദരന്മാരാണെന്ന് എന്ന് പറയുന്നവരാണ് വിജിൻ. കാണുന്നവരെല്ലാവരും സുഹൃത്തുക്കളാണ്. പക്ഷേ കാണുന്നവരെല്ലാം പെൺ സുഹൃത്തുക്കളെ മാത്രമാണ്. ഇതുവരെ ഒരു പുരുഷ സുഹൃത്തുക്കളെ ഞാൻ വിജിൻ പോയി കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അങ്ങേയറ്റം ആഘോഷിക്കുകയാണ് എല്ലാവരും. എന്തായാലും നേരത്തെ നമ്മൾ പങ്കുചേരുന്നു എന്നുള്ളതാണ്. വിജിൻ ഇച്ചിരി കൂടുതലായിട്ട് പങ്കുചേരുന്നു അങ്ങേയറ്റം. അപ്പോൾ എന്തായാലും വിജിനോട് കൂടുതൽ വിജിൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു കണ്ണൂർക്കാരനാണ്. തിരുവനന്തപുരത്ത് വർഷങ്ങൾ കുറേയായി. പക്ഷേ വിജിൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് ഇങ്ങനൊരു ആഘോഷം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല കേട്ടോ, നേരത്തെ മറ്റു പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അവിടെ ജോലി ചെയ്തപ്പോൾ ഒരു പോയിന്റിൽ മാത്രമാണ് വിജിൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ നമ്മുടെ കൂടതിന് ശേഷം അങ്ങ് കവടിയാർ മുതൽ ഇപ്പോൾ നടന്ന് എൻ്റെ കൂടത്തി പാളയം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എങ്ങനെ വിജിനെ? വലിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്രയും കാലം ഈ ഓണത്തിന് ആഘോഷങ്ങൾക്ക് ഒക്കെ പങ്കാളികളാവാറുണ്ട്. ഒപ്പം തന്നെ ഈ ലൈവിലൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ ഇത്രയും ഒരു വൈബായ കാഴ്ച അത് ഈ കവടിയാർ മുതൽ ഇപ്പോൾ നമ്മൾ പാളയത്ത് എത്തിയിരിക്കുന്നു. പറഞ്ഞതുപോലെ അത്രയധികം കാഴ്ചകളാണ് സംസ്ഥാന സർക്കാർ ഈ ഓണാഘോഷ പരിപാടികളിൽ ഒരുക്കിയിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഒരാഴ്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ആഘോഷ പരിപാടികൾക്കാണ് ഇന്നിപ്പോൾ സമാപനമായിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ കൊടിയിറക്കമാണ്. അതിന്റെ ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരംഭിച്ചു. വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകളുണ്ട്. അതിനപ്പുറത്തേക്ക് വിവിധ കലാകാരന്മാരെടുക്കുന്ന കലാസന്ധിയുണ്ട്. അതും കഴിഞ്ഞ് ഇത്രയും ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്ന ലൈറ്റുകൾ കൂടി ഓണാകാൻ പോവുകയാണ്. കൂടുതൽ ആവേശത്തിലേക്ക്, കൂടുതൽ ആഹ്ലാദത്തിലേക്ക് തലസ്ഥാനം കടക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി